ഫ്രണ്ട്സേ ധന്യാണേ. ഇപ്പം സമയം 12:30 കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നിറയെ ഭക്ഷണമാണ് കേട്ടോ. ഈ ഭക്ഷണം അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചത് നിങ്ങളാണ്. പിന്നെ ബേബി റിജിത്ത് എന്ന് പറയുന്ന അമ്മയും മോനും കൂടിയിട്ട് ഒരു 5 ഊണിൻ്റെ പൈസ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് തന്ന ഓരോ ആളുകൾക്കും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ പറയണ്ട പറഞ്ഞവരുടെ ഞാൻ പറയില്ല, ഒന്നും പറയാത്തവരുടെ ഞാൻ പോസ്റ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ എനിക്കൊരു ജോലിയും കിട്ടുകയാണ്, വിശക്കുന്നവൻ്റെ വിശപ്പും മാറുകയാണ്. അപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. കാരണം ഒറ്റയ്ക്കാണ്, മകനില്ല, മകൻ സ്കൂളിലേക്ക് പോയി, മകനും മകളൊക്കെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇതാണ്ട ഇത് ഇപ്പുറത്തെ സൈഡിൽ പിന്നെ അവിടെ കൊടുക്കാൻ കൊണ്ടുപോകണതാണേ. ഒരു വണ്ടിയിലാണ് ഇതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ആവശ്യമല്ല, അത്യാവശ്യമാണ്. അപ്പോൾ ഞാനതൊക്കെ ഇതിൽ വെക്കുകയാണ്. പേഴ്സ് എന്താ ചെയ്യുക? ശരി, ഇങ്ങനെ തുറന്ന് വെക്കാം, നമുക്ക് നടക്കുള്ളൂ, അല്ലാതെ നടക്കില്ല. നിന്നിട്ടില്ല, മുഴുവൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. കൊണ്ടുപോകണതേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മെയിൻ റോഡ്, ഇത് മെയിൻ റോഡല്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടേക്ക് പോകണ ഒരു പോക്കറ്റ് റോഡാണ്. അതിലിതാ ഞാൻ വണ്ടി എടുക്കണത്. പിന്നെ എല്ലാവരും ചോദിച്ചു മെയിൻ വഴി കൂടെ മെയിൻ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലാന്ന്. എൻ്റെ എന്താണ് ക്യാമറമാൻ നമ്മുടെ ചേച്ചിയാണ്. അപ്പം ചേച്ചി ഇങ്ങനെ നോക്കിയിട്ട് പറയും എന്താണ് അവിടെ കയറിക്കോട്ടാന്ന്. അങ്ങനെ കയറിപ്പോയതാണ്ട ഞാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയില്ല എന്ന് വേണ്ട, അവളവിടെ നിന്ന് ക്യാമറ നിന്നിട്ട് അവൾ പറയുന്നത് നോക്കിയില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയില്ല എന്നാണ് നിങ്ങൾ പറയണത്. പക്ഷെ വീഡിയോ എടുക്കണ എൻ്റെ ചേച്ചിയിലെ വണ്ടി വരുന്നുണ്ടെങ്കിലും വരുന്നില്ലെങ്കിലും അവൾ പറയും. അവൾ സിഗ്നൽ തന്നിട്ടാണ് ഞാൻ കയറിപ്പോയത്. ശരി, എന്തായാലും എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ഇത്രയും എന്നെ കെയർ ചെയ്യാനും എന്നോട് ശ്രദ്ധിച്ച് പോകണം, ഭക്ഷണപ്പൊതി മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്നെ കെയർ ചെയ്യുന്നു ഇത്രയും ആളുകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും.